ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്. ബാഗ ബീച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഞ്ജുന ബീച്ചിലേക്ക് പോകണമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബാഗ ബീച്ചിലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പകലൊന്ന് പോയി നോക്കുകയാണ്. പിന്നെ അവിടെ രാത്രിയിൽ നൈറ്റ് ലൈഫ് ഉള്ളതാണ് അവിടെ. അപ്പോൾ അവിടെ രാത്രിയിലും പോകുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. ഇത് പോകുന്ന വഴിക്ക് ബാഗ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള ഗോവയത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കണ്ടോ, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ്. ഭയങ്കര വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പനാജി സിറ്റിയിൽ നിന്നപ്പോഴും അവിടെ ഒന്നുമില്ല ഇങ്ങനെ ഭയങ്കര വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കടും നിറങ്ങളാണ് ഒരു കൂടുതലായിട്ടും ബിൽഡിങ്ങുകൾ കണ്ടിട്ടുള്ളത്. മഞ്ഞ കണ്ടില്ലേ, മഞ്ഞ നീല. പനാജിയിലാണ് അതിൻ്റെ ഒരു ഭംഗി വേറെ ഉള്ളത്. പനാജിയിലെ തെരുവുകളിലൊക്കെ നല്ല ഭംഗിയാണ്. പഴയകാല കെട്ടിടങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറുകളാണ്. മഞ്ഞ, പച്ച, നീല പച്ച കണ്ടോ, ഇതുപോലുള്ള കളറുകളാണ് കൂടുതലും ഉള്ളത്. കൂടുതലും കടും കളറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ ബിൽഡിങ്ങുകൾക്കുള്ളൂ ലൈറ്റ് ഷെയ്ഡൊക്കെ കണ്ടത് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയ കാര്യം കേരളത്തിൽ നിന്ന് പോയ പോലെ തോന്നിയതേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാഴ്ച നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അവിടെ അതൊക്കെ കാണിച്ചു തരാനാണ് ഡ്രൈവർ ഏത് ടെമ്പിളാന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ടെമ്പിൾ ഉണ്ട് ഇവിടെ. പിന്നെ പള്ളികളുണ്ട് കേട്ടോ. ടെമ്പിൾ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പള്ളികളാണ് കൂടുതലുള്ളത്. ഞങ്ങൾ കുറച്ച് പള്ളികളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പള്ളികൾ കേട്ടോ. പിന്നെ അമ്പലങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗോവയിൽ കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നൊരു കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളതിലാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ കാർ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. നല്ലൊരു സുഖമായിരുന്നു കാറിൽ പോവാൻ. എർട്ടിഗയിലാണ് ഞങ്ങൾ 3 ദിവസവും ചുറ്റിയത് കേട്ടോ. അപ്പോൾ എർട്ടിഗയിൽ ഞാൻ ആദ്യമായിട്ട് കയറുകയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും. ഗോവയിലെ ടാക്സിയാണ്. ഓൺലൈൻ ഊബർ വിളിച്ചതാണ്. അപ്പോൾ എർട്ടിഗയിലാണ് ഞങ്ങൾ 3 ദിവസം യാത്ര ഉണ്ടായത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാത്രി ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഞങ്ങൾ 7 മണി 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ റൂമിലെത്തും. പിന്നെ മോർണിംഗ് വീണ്ടും പോവും. അങ്ങനെയായിരുന്നു. അപ്പോൾ എർട്ടിഗയിലെ യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗോവയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എർട്ടിഗയിലെ യാത്രയാണ്. അപ്പോൾ നമുക്കിനി ബാഗ ബീച്ചിലത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.